നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പല ജില്ലകളിലും അലേർട്ടുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ഇന്നു മുതൽ ഒറ്റ വരിയായി ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ ഏതായാലും തീരുമാനമായിട്ടുണ്ട്. ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കില്ല. ഏതായാലും അത്യാവശ്യമല്ലാത്ത അതുവഴിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നെത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഇന്ന് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടത്തിവിടും. ഗതാഗതം ഒറ്റ വരിയായി നിയന്ത്രിക്കും. മഴ ശക്തമായാൽ വാഹന ഗതാഗതം അനുവദിക്കില്ല. അടർന്നു നിൽക്കുന്ന പാറകൾ ആശങ്ക. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. പുന്നമട കായലിലെ ഓളപ്പരപ്പിലെ ആവേശത്തിന് ഇനി ഒരു ദിവസം. നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. മത്സരത്തിന് 21 ചുണ്ടനും വനിതകൾ തുഴയുന്ന 6 വള്ളങ്ങളും അടക്കം 75 കളിവള്ളങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ 2 ദിവസത്തെ സന്ദർശനത്തിൽ വ്യാപാര സഹകരണവും ചർച്ചയാകും. ഞായറാഴ്ച നരേന്ദ്രമോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലെത്തും. സൂറിച്ച് ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ജാവ്ലിൻ ത്രോയിൽ 2ാം സ്ഥാനം. 85.01 മീറ്റർ എറിഞ്ഞ വെള്ളി മെഡലിൽ നേട്ടം. ജർമ്മനിയുടെ ജൂലിയൻ വെബർ ചാമ്പ്യൻ. ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ്. മധ്യകേരളത്തിലും വടക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഇന്ന് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടത്തിവിടും. ഗതാഗതം ഒറ്റ വരിയായി നിയന്ത്രിക്കുമെന്നും വിശദാംശങ്ങളുണ്ട്. ഏതായാലും ഈ വാർത്തകളുടെയൊക്കെ കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, പല ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഇന്ന് ഭാഗികമായി പുനരാരംഭിക്കുന്നുണ്ട്. ഒറ്റ വരിയായി വാഹനങ്ങൾ കടത്തിവിടും. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീകാർത്തിക, വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് ഇന്നലെ ലഭിച്ചത്. പക്ഷേ ഇന്നലെ രാത്രിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ മഴയില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മഴ ഇല്ല. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്തായാലും കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസങ്ങളിൽ ഇന്നലെ വരെ ശക്തമായ മഴയും ഇന്ന് യെല്ലോ അലർട്ട് ആയതുകൊണ്ട് തന്നെ മഴ കുറയാനുള്ളൊരു സാധ്യത തന്നെയാണ് പറയുന്നത്. എന്തായാലും അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഇനി മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് അതിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വയനാടും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. നമുക്കറിയാം, വയനാട്ടിൽ കഴിഞ്ഞ ഒരു 100 ദിവസമെങ്കിലും തുടർച്ചയായി മഴ ലഭിച്ച ഒരു ജില്ല എന്നുള്ളത്. കാരണം ഈ കാലവർഷത്തിന് ശേഷം 100 ദിവസം തുടർച്ചയായി മഴ ലഭിച്ച ഒരു ജില്ല കൂടിയാണ് വയനാട്. താമരശ്ശേരി ചുരത്തിലുള്ള ഗതാഗതം, അതായത് മഴ കുറയുകയാണെങ്കിൽ, ഇതേപോലെ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ചെറുകിട വാഹനങ്ങൾ കടത്തിവിടുന്നതിനുള്ള, ഒരു ഭാഗത്തൂടെ ചെറുകിട വാഹനങ്ങൾ കടത്തിവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഗതാഗതം കുറ്റ്യാടി വഴിയും അതുപോലെ തന്നെ നാടുകാണി വഴിയും എല്ലാം തിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. നമുക്കറിയാം, ഇപ്പോൾ ലഭിക്കുന്ന ഈ ഭൗമശാസ്ത്ര വിദഗ്ധരുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ലഭിക്കുന്ന ഒരു വിവരം, താമരശ്ശേരി ചുരത്തിൽ ഉണ്ടായിട്ടുള്ളത് സോയിൽ ക്രീപ്പിംഗ്, അതായത് മണ്ണ് നിരങ്ങി നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ അപകട സാധ്യതയുള്ളതാണ്. ഇത് നാടുകാണി ചുരത്തിലും സമാനമായ ഒരു സാഹചര്യം ഒരു സമയത്ത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ പരമാവധി ഇത്തരത്തിലുള്ള ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ഈ താമരശ്ശേരി ചുരം, ഇനി ചുരം വഴിയുള്ള യാത്ര ദുഷ്കരമാകും. അത് മറ്റൊരു കുറ്റ്യാടി വഴിയോ അല്ലെങ്കിൽ
നീലഗിരി വഴി നാടുകാണി, നിലമ്പൂർ അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്കും തിരിച്ചുവിടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മഴ ഇങ്ങനെ പെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ചെറുകിട വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടെ താമരശ്ശേരിയിൽ കടത്തിവിടും. ശരി വിനേഷ്, ഏതായാലും മഴ ശക്തമാകാനുള്ളൊരു സാഹചര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. കോഴിക്കോട് നിന്നും എസ് വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണം ഉടൻ. സൈബർ വിദഗ്ധർ ഉൾപ്പെടുന്ന ക്രൈംബ്രാഞ്ച് ടീമാകും അന്വേഷണം നടത്തുക. ആദ്യം റിനു, അവന്തിക, ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. തുടർന്ന് DGPക്ക് ലഭിച്ച 6 പരാതിക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തും. ഇരകൾ ആരും പരാതിയുമായി രംഗത്തെത്താത്തതാണ് അന്വേഷണത്തിന് തടസ്സമാകുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറെടുത്ത പരാതിക്കാരി തിരുവനന്തപുരം DMO ഓഫീസിലെത്തി. സുമയ്യയും കുടുംബവും പ്രതിഷേധിക്കും. യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം DMOയ്ക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം പരാതിയില്ലാതെ തന്നെ വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തിയെന്ന വിചിത്ര വിശദീകരണമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഇപ്പോൾ ഏതായാലും ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം എന്നത് ഇത്തരത്തിലൊരു ട്യൂബ് കുടുങ്ങിയതുകൊണ്ട് സുമയ്യയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാഹചര്യമില്ല എന്നാണ്. എന്നാൽ സുമയ്യ പറയുന്നത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനുശേഷം സുമയ്യ നേരിടുന്നുണ്ട് എന്നാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പരാതിക്കാരിയുടെ ഇപ്പോഴത്തെ തീരുമാനം. വിശദാംശങ്ങൾ. സുമയ്യയും കുടുംബവും ഇന്ന് DMOയുടെ ഓഫീസിലെത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2023 മാർച്ച് 22-നാണ് സുമയ്യയുടെ ഓപ്പറേഷൻ, തൈറോയിഡിനുള്ള ഓപ്പറേഷൻ ജനറൽ ആശുപത്രി ഡോക്ടർ രാജകുമാർ നടത്തുന്നത്. ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം തനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി, ശ്വാസതടസ്സമുണ്ടായി, കഫക്കെട്ടുണ്ടായി. അതിനെ തുടർന്നാണ് ചികിത്സയ്ക്കെത്തിയത്. ആ ചികിത്സയ്ക്ക് ശേഷം ശ്രീചിത്രയിൽ നടത്തിയ തുടർ പരിശോധനയിലാണ് ഇപ്പോൾ സെൻട്രൽ ഗൈഡ് ലൈനിന്റെ ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സെൻട്രൽ ഗൈഡ് ലൈനിന്റെ ട്യൂബ് ഇത്തരത്തിൽ കുടുങ്ങിയ നിലയിൽ, നെഞ്ചിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേ തുടർന്ന് ഡോക്ടറുമായി സംസാരിക്കുന്നതിന്റെയും ഒപ്പം തന്നെ ഈ ചികിത്സയ്ക്കൊക്കെയായി രാജീവ് കുമാർ നൽകിയിട്ടുള്ള പൈസയുടെയും ഗൂഗിൾ പേ വഴി പൈസ അടക്കം അയച്ചു നൽകിയിട്ടുള്ള അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തന്റെ ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ താനല്ല ഇതിന് കുറ്റക്കാരൻ എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ ട്യൂബ് ഇടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന മറ്റു വിഭാഗമാണ്. ആ വിഭാഗത്തിലുള്ള പിഴവാണ് ഇതിന് കാരണമെന്നാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് DMOയ്ക്ക് പരാതി നൽകുന്നത്. ബുധനാഴ്ച പരാതി നൽകുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലൊരു പിഴവ് ഡോക്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ പിഴവ് സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ച് അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് DMO തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ DMO പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം, സുമയ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്. വിദഗ്ധ സമിതിയിൽ നിരവധി ഡോക്ടർമാർ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത് നീക്കം ചെയ്യാൻ കഴിയും. എന്നാൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് നീക്കം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ നീക്കം ചെയ്തില്ലെങ്കിലും പ്രശ്നം കുഴപ്പമില്ല എന്നൊരു നിലപാടാണ് DMOയും ആരോഗ്യവകുപ്പും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് സുമയ്യയും കുടുംബവും DMO ഓഫീസിലെത്തി പ്രതിഷേധിക്കുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. ശരി രജിത്ത്, ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിന് തയ്യാറെടുക്കുക തന്നെയാണ് പരാതിക്കാരി. ഇന്ന് ഏതായാലും DMO ഓഫീസിലെത്തി സുമയ്യയും കുടുംബവും പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. കൈപ്പറമ്പ് പുറ്റേക്കരയിൽ ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് ബസ് മറിഞ്ഞത്. അപകടത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപകടത്തിൽ 17 പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഇപ്പോൾ ഏത് രീതിയിൽ തുടരുന്നു? ശ്രീകാർത്തിക, ഇന്ന് 5:30-യോടെയാണ് ഈ തൃശൂർ കൈപ്പറമ്പ് പുറ്റേക്കരയിൽ ബസ് അപകടത്തിൽപ്പെടുന്നത്. ഇതിൽ 17 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ ഒരാളുടെ നില ഒഴിച്ച് ബാക്കി ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബസ് ആദ്യം കാറിലും പിന്നീട് മരത്തിലും ഇടിച്ച് മറയുകയായിരുന്നു എന്നുള്ളതാണ്
പ്രാഥമിക വിവരം. അത് ഏത് സാഹചര്യത്തിലാണ് മറിഞ്ഞത് എന്നതടക്കമുള്ളതിൽ വ്യക്തത വരാനുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലാണോ ഈ ബസ് മറിയാൻ കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. പ്രാഥമികമായും ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഈ മണിക്കൂറുകളോളം ഈ ഒരു പ്രദേശത്തെ ഗതാഗതം സ്തംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രെയിൻ ഉപയോഗിച്ച ബസ് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് 5:30 ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത്. 17 പേർക്കാണ് പരിക്ക്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രദേശം നമുക്കറിയാം, അത് പ്രധാന പാതയാണ്. മാത്രമല്ല നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു ബസ് അപകടത്തിൽപ്പെട്ടത്. അത് കാറിലും മരത്തിലും ഇടിച്ച് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്വീകാർത്തിക ശരി, തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കിൽ കേരള ആഗോള ഉച്ചകോടി ഇന്ന് ആരംഭിക്കും. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താനും നൈപുണ്യ പരിശീലനത്തിനും അവസരം ഒരുക്കുന്നതാണ് ഉച്ചകോടി. 2500-ലധികം പേർ നേരിട്ടും 1 ലക്ഷം ആളുകൾ ഓൺലൈനായും പരിപാടിയിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളുമായി താൽപര്യപത്രം ഒപ്പുവയ്ക്കാൻ അവസരം ലഭിക്കുമെന്ന് വിജ്ഞാന കേരളം പദ്ധതി ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. സ്പേസിൽ ലഭ്യമായിരിക്കും. ഏത് കോളേജിന് വേണമെങ്കിലും ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞെടുക്കാം. എന്നിട്ട് ആ കമ്പനിയുമായി ചർച്ച ചെയ്ത് ഏത് കോഴ്സ് വേണമെന്ന് തീരുമാനിക്കും. 2, ഓരോ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ അതിൽ സംരംഭകരുണ്ട്. പലരും വലിയ കമ്പനി മേധാവികളായിരിക്കും. അവർക്ക് അവരുടെ കമ്പനികളിലെ ഈ കോളേജിന് വേണ്ടി സമാഹരിക്കാൻ പറ്റും. സാധാരണ ഏജൻസി ലെഡ് സ്കില്ലിംഗ് അല്ല, കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് സ്കിൽ പ്രോഗ്രാമായിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. ഭാരതത്തിന്റെ ആധ്യാത്മിക ശബ്ദമായി സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തിന് ഇന്നേക്ക് 25 വർഷം തികയാണ്. 2000 ഓഗസ്റ്റ് 29-നാണ് കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും വിശ്വശാന്തിയുടെയും ശബ്ദം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയത്. അമ്മയല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും ആരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന സഹസ്രാബ്ദ ലോക സമാധാനാത്മീയ ഉച്ചകോടിയിലാണ് അമ്മ മലയാളത്തിൽ സംസാരിച്ചത്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെയും ശാന്തി മന്ത്രമാണ് അന്ന് ലോകജനത ശ്രദ്ധാപൂർവം ശ്രവിച്ചത്. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തി എത്ര കണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷയം മറ്റേത് വിഷയത്തെക്കാളും ഭാരമാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം ഉഷ്കൃഷ്ടമായ സംസ്കാരത്തെ കൊള്ളുവാൻ സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിൽ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് ഒരു അപമാനമാണ്. അതുകൊണ്ട് ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. പ്രേമമാണ് ജീവിതത്തിന്റെ സൗന്ദര്യവും പൂർണ്ണതയും. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല രാഷ്ട്രഭരണത്തിൽ കൂടി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ യുദ്ധങ്ങളിലുണ്ടായ മുറിവുകളടക്കാൻ സഹൃദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. നമ്മൾ കഴിഞ്ഞാലും മുറിവുകളും തകർന്ന മാനുഷ്യബന്ധങ്ങളെ സ്നേഹനൂലാ തുന്നിച്ചേർത്ത് അറിവിലുപരി അവർ ഏകത്വത്തെപ്പറ്റി ബോധം ഉണ്ടാകണം. വെറും 3 മിനിറ്റ് മാത്രം നീണ്ട ഒരു പ്രസംഗത്തിന്റെ അഭിസംബോധനയിലൂടെ ഭാരത സംസ്കാരത്തിന്റെ മഹിമ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത സ്വാമി വിവേകാനന്ദനെ പോലെ ലോകത്തിലെ പ്രസിദ്ധരായ വാഗ്മികളെല്ലാം അണിനിരന്ന വേദിയിൽ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകതയും പ്രകൃതിയുടെ പരിരക്ഷയും മതങ്ങളുടെ സമത്വവും വിഷയമാക്കി അമ്മ നടത്തിയ പ്രഭാഷണത്തിന്റെ കാതൽ പ്രമേയമായി സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. അസതോമാ സദ്ഗമയ എന്ന മന്ത്രത്തിൽ തുടങ്ങി ലോകത്തിന് മുഴുവൻ സുഖം പകരട്ടെ എന്നർത്ഥം വരുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെയാണ് അമ്മ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന സ്വരമാണ് അന്ന് ലോകത്തിനു മുമ്പിൽ മുഴങ്ങിയത്. ഇന്നിപ്പോൾ ആ ശുഭദിനത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ലോകത്തെ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നുകൂടിയുണ്ട്. അമ്മയല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും ആരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന വലിയ വസ്തുത. ന്യൂസ് ഡെസ്ക്, അമൃത TV.
1 വർഷത്തിലധികമായി ഫ്രാൻസിലെ ജയിലിൽ കഴിയുന്ന കൊച്ചി സ്വദേശികൾക്ക് നീതി ലഭിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത്. ജോലിയുടെ ഭാഗമായി ഇവർ ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇരുവരും ജയിലിലായത്. ലോഡ് കയറ്റുന്നതിൽ ഡ്രൈവർമാർക്ക് പങ്കില്ലാത്തതിനാൽ വണ്ടിക്കുള്ളിൽ എന്താണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. കേസിന് പിന്നാലെ കമ്പനി ഉടമ ബിസിനസ് നിർത്തി രാജ്യം വിടുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കുമ്പളങ്ങി സ്വദേശികളായ ഷാജി, ഡിസ്നി എന്നീ 2 പേരാണ് ഇപ്പോൾ ഫ്രാൻസിലെ ജയിലിൽ കഴിയുന്നത്. ഇരുവരുടെയും നിരപരാധിത്വം തെളിയിച്ച് എത്രയും വേഗം തിരികെ കൊണ്ടുവരണം എന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇതിൽ ഷാജിയുടെ ഭാര്യ ആണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതുപോലെ തന്നെ ഷാജി നിങ്ങളെ അറിയിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണ്? 2024 ജൂൺ 14 തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജോലിക്ക് പ്രവേശിച്ച ഫസ്റ്റ് ഡേ അന്ന് ഇവർ ഫ്രാൻസിലോട്ട് ലോഡുമായിട്ട് പോകണമായിരുന്നു. അപ്പോൾ പോയ വഴിക്കാണ് പോലീസ് ഫ്രാൻസിൽ വെച്ചിട്ട് ബോർഡറിൽ വെച്ചിട്ട് പോലീസ് കൈ കാണിച്ച് അവർ നോക്കിയപ്പോഴേക്കും പേപ്പറൊക്കെ കൊടുത്ത്. അപ്പോൾ വണ്ടി സീൽഡായിരുന്നത്. പരിശോധിച്ചപ്പോൾ ആദ്യമൊന്നും തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിശദമായിട്ട് അവർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈന്തപ്പഴത്തിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചത്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ചെല്ലാൻ പാടില്ല. ലോഡ് ചെയ്ത് സീൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ വണ്ടി കണക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യണത്. ഷാജി കമ്പനിയിൽ ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതെ, ആദ്യമായിട്ട് വർക്ക് ചെയ്ത് കയറി ഒരു 3-4 മണിക്കൂറാകെ ആ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. യാരാസ് എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. നിലവിൽ എന്താ സിറ്റുവേഷൻ? നിങ്ങൾക്ക് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നിയമസഹായങ്ങൾ എത്തിക്കാനോ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്? എന്താ അവസ്ഥ? ഞങ്ങൾക്ക് IBN MB വഴിയായിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിലുള്ള ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമൊക്കെ ഫോൺ അവരെടുക്കുകയും മെയിൽ അടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവർ പിന്നെ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യൂല. പിന്നെ മെയിൽ അടിച്ചാലും നമുക്ക് തിരിച്ചൊന്നും നമുക്കൊന്ന് റെസ്പോണ്ട് പോലും ചെയ്യണില്ല. വിസയുടെ കാലാവധി കഴിഞ്ഞ് ഇനി പാസ്പോർട്ടിൻ്റെ കാലാവധിയാണ്. അത് ഇനിയിപ്പോൾ 25/10 10-ാം മാസം തീരും. അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി ഉണ്ടല്ലോ, കമ്പനി ഉടമകൾ ഇപ്പോൾ അവിടുത്തെ ബിസിനസ്സൊക്കെ നിർത്തി എന്നാണ് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നിങ്ങളോടുള്ളൊരു റെസ്പോണ്ട് എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ? ഞങ്ങൾ ആദ്യം ഇവർക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലായി ഇവർ തന്നെയാണ് അതിനുള്ള പുറകില്ലെന്ന് നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പുള്ളി തെറ്റ് ചെയ്തേക്കൊണ്ടാണല്ലോ അവിടെ നിന്ന് രാജ്യം വിട്ട് തന്നെ പുറത്തേക്ക് പോയത്. അവിടുത്തെ കമ്പനി എല്ലാം പൂട്ടി പുള്ളിയുടെ അക്കൗണ്ടൊക്കെ എല്ലാം. ഷാജി വർക്ക് ചെയ്ത കമ്പനിയുടെ ഉടമ അവിടെ നിന്ന് ബിസിനസ് അവസാനിപ്പിച്ച് പോയി. അതെ, അവിടെ നിന്ന് ബിസിനസ് അവസാനിപ്പിച്ച് പുള്ളി ദുബായിലേക്ക് പോയി അവിടെ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും വേഗം അവർ തിരിച്ച് വരും എന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഡീപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ശരി അവർ ഇങ്ങോട്ട് ഒന്ന് എത്തിക്കണം എന്നാണ് ഞങ്ങൾ പറയണത്. എന്തായാലും എത്രയും വേഗം ഈ 2 ചെറുപ്പക്കാരെയും നാട്ടിലേക്ക് എത്തിക്കണം എന്നാണ് വീട്ടുകാരുടെ ആവശ്യം. അതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നാളെ പുന്നമട കായലിൽ നടക്കും. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ കായൽ പരപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അത് കാണികൾക്കും ആവേശമാകും. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ഉള്ളത് 21 വള്ളങ്ങൾ. 11 മണിയോടെ ആരംഭിക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം. ഉച്ച കഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ആദ്യ 4 ഹീറ്റ്സുകളിൽ 4 വീതം വള്ളങ്ങളും 5-ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും 6-ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് മത്സരിക്കുക. മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന 4 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനിറങ്ങുക. ചെറുവള്ളങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. സമയക്രമം പൊതുജനത്തിന് കാണാനാകും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. നമ്മൾ ഈ പ്രാവശ്യം പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ്, കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ പ്രചാരണം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കർശനമായ സുരക്ഷാ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശനമായ നിയന്ത്രണം ഉറപ്പുവരുന്നതാണ്. ടൈമേഴ്സ് കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച്
1, 2, 3 സമയക്രമം കൃത്യമായി പൊതുജനം കാണും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. വള്ളങ്ങളുടെ സമയക്രമം ഇനി മുതൽ മിനിറ്റിനും സെക്കൻഡിന് ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തും. ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്തിട്ടുള്ളതായി കണ്ടാൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കും. 6 മാസം വീതം നെഹ്റു ട്രോഫി കൈവശം വയ്ക്കാനായി തീരുമാനമെടുക്കുവാൻ ആദ്യ 6 മാസം ആർക്കെന്നത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. പുന്നമട എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം, ഈ വർഷത്തെ ജലരാജാവാര്. ഇനി അവശേഷിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രമാണ്. പുന്നമടയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. കുട്ടനാട്ടുകാർക്ക് വള്ളംകളി വെറുമൊരു മത്സരമല്ല, ജീവനും ജീവിതവും പോരാട്ടവുമാണ്. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ നീറ്റിലിറങ്ങുമ്പോൾ തുഴച്ചിലുകാർക്കും ക്ലബ്ബുകൾക്കും കരക്കാർക്കും സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, കഠിന പരിശീലനം, മറ്റെല്ലാം മറന്ന ജീവിതം തന്നെ നെഹ്റു ട്രോഫി വിജയമെന്ന ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച എണ്ണമറ്റ ദിനങ്ങൾ. ഒടുവിൽ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. നെഹ്റു ട്രോഫി എന്നത് ചുണ്ടനിൽ തുഴയെറിയുന്ന പങ്കായം കൈയിലേന്തിയ തുഴച്ചിൽക്കാരുടെയും അവരെ നയിക്കുന്ന ക്ലബിൻ്റെയും മാത്രം സ്വപ്ന നിമിഷമല്ല. കൂട്ടിയും കിഴിച്ചും കണക്കുകൂട്ടിയും ചുണ്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ഒപ്പം നിന്ന ഒരു കരയിലെയാകെ ജനതയുടെ കൂടി പ്രതീക്ഷ നിറഞ്ഞ കാത്തിരിപ്പിൻ്റെ നിമിഷം കൂടിയാണ്. അരയും തലയും മുറുക്കി അംഗത്തിനിറങ്ങുന്ന പോരാളികളെ പോലെ നെയ് പുരട്ടി നാളിതുവരെ കാത്ത ചുണ്ടനെ അവസാനമായി ഒരിക്കൽ കൂടി ഒരുക്കി പുന്നമടയിലെ പോരാട്ട നീരിലേക്ക് ഇറക്കുവാൻ അവർ തയ്യാറായി കഴിഞ്ഞു. കുട്ടനാടുകാർക്ക് ഇത് ജീവിത പോരാട്ടമാണ്. ഒരുമയോടെ ഒരു മനസ്സുമായി ജീവിക്കുന്നവർ എല്ലാം മറന്ന് കരതിരിഞ്ഞ് പോരിനിറങ്ങുന്ന ദിനം. ജലത്താൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്നവർ പലപ്പോഴും വില്ലൻ വേഷമണിഞ്ഞെത്തുന്ന അതേ ജലാശയത്തിലെ ഓളങ്ങളെ ഇനി ഇടനെഞ്ചോട് ചേർക്കും. തങ്ങളുടെ കരയിലെ സ്വപ്നവും പേരി തുഴയെറിഞ്ഞെത്തുന്ന പോരാളികൾക്കും വള്ളത്തിനു മുന്നിൽ വഴിമാറി കൊടുക്കണേ എന്ന പ്രാർത്ഥനയുമായി ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. ഒരു വർഷം നീണ്ട കാത്തിരിപ്പ് അവിടെ അവസാനിക്കും. പുന്നമടയുടെ ആഴങ്ങളിൽ മുങ്ങിയും ഇരുകരകളിലും ചിമ്മാതെ കണ്ണെറിഞ്ഞും ആ ജനതയാകെ കാത്തിരിക്കുകയാണ്. ഇനിയുള്ള ആവശ്യമെല്ലാം പുന്നമടയിലെ ആ ഓളങ്ങൾ റിപ്പോർട്ട് ചെയ്യും, പല ദിശയിൽ നിന്ന് പല ക്യാമറ കണ്ണുകളിലൂടെ. അതുവരെ മാത്രം ഒരു സൈൻ ഓഫ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻമാരായ വിനോദ് ഒരുവരയ്ക്കും ആദർശനും വളയം തിരിച്ച് വഴിതെളിച്ച എസ് ഹനീഷിനുമൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ജിയോ സയൻസ് ആൻഡ് റിമോട്ട് സെൻസിംഗ് സൊസൈറ്റിയുടെ സ്റ്റുഡന്റ് ചാപ്റ്റർ അമൃത വിശ്വവിദ്യാപീഠത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സിക്കിം സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി വൈസ് ചെയർമാനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സീനിയർ പ്രൊഫസറുമായ പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ, IEEE കേരള സെഷൻ ചെയറും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊഫസറുമായ ഡോക്ടർ BS മനോജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. IEEE GRSS കേരള സെഷൻ പ്രതിനിധിയും IIST പ്രൊഫസറുമായ ഡോക്ടർ ജ്ഞാനപ്പഴം, അമൃത സർവകലാശാല പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, IEEE ബ്രാഞ്ച് സ്റ്റുഡന്റ് അഡ്വൈസർ ഡോക്ടർ രാജേഷ് കണ്ണൻ മേഘലിംഗം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൊഫസർ വിനോദ് കുമാർ ശർമ്മ, ഇറ്റലി യൂണിവേഴ്സിറ്റി ഓഫ് റോമാത്രയയിലെ പ്രൊഫസർ ഡോക്ടർ സ്റ്റെഫാനോ ഗബ്രിയേലെ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. റിമോട്ട് സെൻസിംഗ് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അമൃത വിശ്വവിദ്യാപീഠത്തിന് IEEE GRSS സ്റ്റുഡന്റ് ചാപ്റ്റർ ആരംഭിക്കുന്നതിലൂടെ പ്രവർത്തനങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ റെസ്പോൺസിബിൾ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ ജെംസ്റ്റോൺ കളക്ഷൻ വ്യാന പുറത്തിറക്കി. ചടങ്ങിൽ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് അബ്ദുൾ ജലീൽ R, കേരള റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് സുബൈർ MP, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. 18-22 ക്യാരറ്റ് സ്വർണ്ണത്തിൽ വൈവിധ്യമാർന്ന അമൂല്യ രത്നങ്ങൾ ഉൾച്ചേർത്ത ലൈറ്റ് വെയ്റ്റിൽ ട്രെൻഡി ബോൾഡ് ഡിസൈനുകളിൽ അതിമനോഹരമായാണ് വ്യാന രത്നാഭരണങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവലിൽ വ്യാന രത്നാഭരണങ്ങളുടെ പ്രദർശനവുമുണ്ട്. അതിമനോഹര രത്നക്കല്ലുകളും അൺകട്ട് ഡയമണ്ടുകളും ഉൾക്കൊള്ളുന്ന പ്രദർശനത്തിലെ എല്ലാ രത്നാഭരണങ്ങൾക്കും അൺകട്ട് ഡയമണ്ട്സിനും പണിക്കൂലിയിൽ 25% വരെ കിഴിവ് നൽകുന്നുണ്ട്. വരുന്ന ഓർണമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അത് 22 ക്യാരറ്റിലാണ് വരുന്നത്.
അതുപോലെ അൺകട്ട് ഡയമണ്ടിൽ വരുന്നത് നമ്മളെ ഡയമണ്ട് ഡിസൈനിന്നും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഡിസൈൻസാണ്. അത് 18 ക്യാരറ്റിലാണ് വരുന്നത്. അപ്പം അത് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഡ്രസ്സിന് സൂട്ടായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും മലബാറിൻ്റെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് മലബാറിൻ്റെ വർക്കേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. മാർക്കറ്റിൽ പുതിയതായിട്ട് അവതരിക്കപ്പെട്ടിട്ടുള്ള ഈ കളക്ഷന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻനിര സൂചികയായ നിഫ്റ്റി ഇന്നലെ വ്യാപാരത്തിനിടെ 24,500 താഴേക്ക് നീങ്ങിയിരുന്നു. 24,500 എന്നുള്ളത് വളരെ പ്രബലമായ ഒരു അടിസ്ഥാന നിലവാരമായിരുന്നു. അതിന് താഴേക്ക് നീങ്ങിയതുകൊണ്ട് തന്നെ ഇനി അടുത്ത വിൽപ്പനയിൽ 24,400 വരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് പറ്റിയ അവസരം തന്നെയാണ്. ഇനിയുള്ള ഓരോ ഉയർച്ചയിലും വിൽപ്പന ഉണ്ടായേക്കാം എങ്കിൽ കൂടിയും ഇത് ഒരു അവസരമായി കണക്കാക്കാവുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത ടിവിയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് കോഴിക്കോടുള്ള നേഹ കെ സ്വാമിനാഥാണ്. ബിടെക്കിന് പഠിക്കുന്ന നേഹ തന്റെ തുടർ പഠനത്തിനായി ഈ പണം ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. നെഹയെ പോലെ വിജയിക്കാൻ ചതയം വരെ എല്ലാ പ്രേക്ഷകർക്കും അവസരമുണ്ട്. ഓരോ മണിക്കൂറിലും സമ്മാനമുണ്ട്. ഓരോ ദിവസവും മെഗാ സമ്മാനമായി 1 ലക്ഷം വീതവും പ്രിയ പ്രേക്ഷകർക്ക് സ്വന്തമാക്കാം. സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകാം. വളരെ വളരെ സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരത്തിൽ? ഇല്ല, ഞാൻ എന്താ പറയാ, എല്ലാ ഉത്തരങ്ങളും അയക്കാറുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു ഉപകാരമാവും. സ്റ്റാർട്ടിങ് എനിക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ ഒരു ഉപകാരമായിട്ട്. കായിക വാർത്തകളിലേക്കാണ്. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ഫൈനലിൽ ജാവലിയൻ ത്രോയിൽ 2ാം കിരീടം തേടിയിറങ്ങിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി. ജർമ്മനിയുടെ ജൂലിയൻ വെബറിനാണ് സ്വർണം. രണ്ടാമത്തെ ശ്രമത്തിൽ 91.51 മീറ്റർ എറിഞ്ഞാണ് വെബർ ഒന്നാമതെത്തിയത്. ആദ്യ ശ്രമത്തിൽ തന്നെ ജർമ്മൻ താരം സീസണിലെ മികച്ച ദൂരമായ 91.37 മീറ്റർ എറിഞ്ഞിരുന്നു. നിലവിലെ ലോക ചാമ്പ്യനായ ചോപ്ര അവസാന ശ്രമത്തിലാണ് 85.01 മീറ്റർ എറിഞ്ഞ് രണ്ടാമതെത്തിയത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.